നിലമ്പൂരിൽ എന്തിനാണ് BJP ഫാൻസി ഡ്രസ് കളിക്കുന്നത് എന്നാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ള ഒരു സംശയം. ലെഫ്റ്റ് വോയിസിന് കേരള കോൺഗ്രസ് ജെയുടെ നേതാവായ മോഹൻ ജോർജിനെ എന്തിനാണ് BJP ചാക്കിട്ട് പിടിച്ചിട്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്? ഈ മോഹൻ ജോർജിനെ കേരള കോൺഗ്രസ് ജെയിന്ന് പുറത്താക്കിയോന്നൊന്നും ഇതുവരെ ഒരു വാർത്തയും വന്നതായിട്ട് കണ്ടില്ല, നമുക്കറിയില്ല, വന്നതോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു പാർട്ടിയിലെ നേതാവ്, അറിയപ്പെടുന്ന നേതാവായ മോഹൻ ജോർജ് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന നിലമ്പൂരിലെ? അങ്ങനെ ആയാൽ ആ പാർട്ടിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് അപ്പൊ തന്നെ ഈ മോഹൻ ജോർജിനെ പുറത്താക്കണ്ടേ? ആരെയായാലും പുറത്താക്കണ്ടേ? അങ്ങനെ പുറത്താക്കിയതായിട്ട് ഒരു അറിയിപ്പ് വന്നതായിട്ട് അറിയില്ല. വന്നെങ്കിൽ ഞങ്ങൾ കണ്ടില്ല, ഇല്ലെന്നാണ് കരുതുന്നത്. അപ്പൊ മോഹൻ ജോർജിനെ അവതരിപ്പിച്ച് എന്തിനാണ് BJPക്ക് അവിടെ മത്സരിക്കാൻ വേറൊരു സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ അതല്ല വിഷയം. എന്താണ്? PV അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളെ ഏറ്റുപിടിച്ചു BJPയും. എന്താണ്? മലയോര കർഷകർ ഉള്ള ഒരു മണ്ഡലമാണ്, നല്ലൊരു നമ്പർ, നല്ലൊരു സംഖ്യ മലയോര കർഷകരുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂർ മലയോര മേഖലകളിൽ ധാരാളം കർഷകരുണ്ട്. അവരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകരാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകരുടെ വോട്ട് പിടിക്കാൻ അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ അത് കേരള കോൺഗ്രസ് ജെയി നടത്തി മാറ്റിയിട്ട് അവിടെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വില കുറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത്. BJP പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടർമാരെ പിടിക്കാനുള്ളൊരു, അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നാണ്. ഇതിനെ നമ്മളൊരു ഡീസന്റ് രാഷ്ട്രീയം, മാന്യതയുടെ രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ BJP ആ കളിയാണ് കളിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് BJPക്ക് നേട്ടം കിട്ടുമോ? BJP ഇപ്പൊ എന്താ ചിന്തിക്കുന്നത്? ഈ BJP ക്രിസ്ത്യൻ പ്രീണനം നോക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ക്രിസ്ത്യൻ പുരോഹിതരെയും ക്രിസ്ത്യാനികളെയും വടക്കേ ഇന്ത്യയിൽ എവിടൊക്കെ എന്തൊക്കെ പീഡിപ്പിക്കുന്നു BJP ഔട്ട്ഫിറ്റുകൾ, ബജറാന്തൾ ഉൾപ്പെടെ. ഏറ്റവും ഒടുവിൽ പോലും ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ പുരോഹിതനെയും കുടുംബത്തെയും ആക്രമിച്ച BJP RSS പ്രവർത്തകർ അവിടെ ഉള്ളപ്പോഴാണ് ഇവിടെ ഈ ക്രിസ്ത്യൻ പ്രീണനം. അപ്പോൾ BJP RSS വിചാരം എന്ന് പറയുന്നത് കേരളത്തിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ആളുകളെ RSS BJP ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് സാച്ചുറേറ്റഡ് ആയി ഏറെക്കുറെ. ഇനി കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. പക്ഷെ കേരളത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിലവിലുള്ള വോട്ട് സംഖ്യ കൊണ്ടും ശതമാനം കൊണ്ട് സാധിക്കത്തില്ല. ഇനി ഹിന്ദു സമുദായത്തിൽ നിന്ന് കൂടുതൽ അങ്ങോട്ട് പിടിച്ചെടുക്കാനും സാധിക്കത്തില്ല. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല. BJPക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ കഴിയത്തില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഈ കേരളത്തിലെ പ്രബല ഹിന്ദു സമുദായങ്ങൾ, ഈ ജനസംഖ്യ കൊണ്ട് പറഞ്ഞാൽ ആദ്യം ഈഴവ SNDP, 2 നായർ സമുദായം. നിർണായക വോട്ട് ബാങ്കുള്ള 2 സമുദായം എന്ന് പറയുന്നത് ഹിന്ദു സമുദായങ്ങളിലെ 2 എന്ന് പറയുന്നത് ഈഴവ നായർ സമുദായമാണ്. പിന്നെ ചെറിയ സമുദായ ഗ്രൂപ്പുകളാണ് വിശ്വകർമ്മയിൽപ്പെടുന്നവരും, പിന്നെ പട്ടികജാതി പട്ടികവർഗ പുലയ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പുലയ സമുദായമാണ്. മറ്റു സമുദായങ്ങൾക്ക് അത്രയും പോലുമില്ല. അപ്പോ ഹിന്ദു സമുദായത്തിലെ വോട്ടുകൾ വടക്കേ ഇന്ത്യയിലെ പോലെ നിർണായകമായിട്ട് സമാഹരിക്കാൻ നമുക്കിനി സാധിക്കത്തില്ല. കേരളത്തിൽ BJP വളർത്തണമെങ്കിൽ നമ്മളിനി ക്രിസ്ത്യൻ വോട്ടുകളിൽ കൈവയ്ക്കണം എന്ന ഒരു ചിന്ത RSS BJP ക്യാമ്പുകളിലുണ്ട്. അവരുടെ അജണ്ടയാണ്, അവരുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മോഹൻ ജോർജിനെ പരീക്ഷിക്കുന്നത്. അതിന്റെ പിന്നെ രാഷ്ട്രീയം ഇതാണ്: ക്രിസ്ത്യൻ വോട്ടുകൾ നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ കേരളത്തിൽ BJPക്ക് ഇനി കൂടുതൽ വളരാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വളർച്ച വന്നിട്ട് അത് മുരടിച്ചവിടെ നിൽക്കും. ഒരു 20-25% വരെ വോട്ട് നേടുന്ന ഘട്ടത്തിൽ നിന്ന് ഇനി അതിന് മുകളിലേക്ക് പോകാൻ BJPക്ക് സാധിക്കില്ല നിലവിലുള്ള സാമൂഹിക ഘടന, സമുദായ ഘടന അനുസരിച്ച്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചേ പറ്റുള്ളൂ. ഈ പരീക്ഷണമാണ് ഇപ്പോൾ BJP RSS നടത്തുന്നത്. അതിലേക്ക് വീണു പോകുന്ന ചില പിന്നെ പുരോഹിതന്മാരും ചില കുഞ്ഞാടുകളൊക്കെ ഇവിടെ ഉണ്ട്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ചില ബിഷപ്പുമാരും ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ BJP കേന്ദ്രം ഭരിക്കുന്നു, നമുക്കൊന്ന് ചാഞ്ഞങ്ങ് കൊടുത്താൽ വല്ല ഗുണവും കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ക്രിസ്ത്യൻ പുരോഹിത ശ്രേഷ്ഠന്മാരും ചില കുഞ്ഞാടുകളും ഇടവകയിലെ കുഞ്ഞാടുകളും ഒക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു 100-ൽ 10 പേരൊക്കെ അങ്ങനെ പോയിരിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ, ആ വിഭാഗങ്ങളെ
പല വിഭാഗങ്ങൾ, കത്തോലിക്ക, ഓർത്തഡോക്സ്, കാതലിക്, ഓർത്തഡോക്സ്, യാക്കോബായ, അങ്ങനെ മർത്തോമ തുടങ്ങി പല, പിന്നെ കാനായ തുടങ്ങി പല വിഭാഗങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടല്ലോ, ക്രിസ്തു മതത്തിൽ തന്നെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഒരു ഒറ്റയടിക്ക് പിടിച്ചു കൊണ്ടുവരാൻ BJPക്ക് സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഒരു അഭ്യാസം എന്ന് പറയുന്നത്. മോഹൻ ജോർജിനെ പിടിച്ച് കേരള കോൺഗ്രസ് ജയിലിൽ ഒരാളെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അതുകൊണ്ട് എന്ത് നേട്ടം BJPക്ക് ഉണ്ടാകും? ഈ മലയോര കർഷകര് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് അവര്. അത് പല മലയോര മേഖലകളിലും, നിലമ്പൂർ മാത്രമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിൽ മലയോര കർഷകർ വളരെ ദുരിതം അനുഭവിക്കുക എത്രയോ വർഷങ്ങളായിട്ട്. വന്യമൃഗശല്യം ഇത് അവസാനിപ്പിക്കാൻ ആരാ നടപടിയെടുക്കേണ്ടത്? കേന്ദ്ര സർക്കാർ നിലവിലുള്ള വനനിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഭേദഗതി വരുത്തിയാൽ മാത്രം ഇതിന് പിന്നെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പന്നികളെയും മറ്റ് കാട്ടുമൃഗങ്ങളെയൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പം നിയമം കേന്ദ്ര സർക്കാർ മാറ്റിയേ പറ്റുള്ളൂ. അപ്പം കേന്ദ്ര സർക്കാരിലാണ് BJP പോയി പറയേണ്ടത്. നിങ്ങൾ ഭരിക്കുന്ന, നിങ്ങളുടെ പാർട്ടിയല്ലേ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ കേരള സർക്കാരിന് ഇതിന് ചെയ്യാൻ പരിമിതികളുണ്ട്. ഈ വന്യമൃഗ ശല്യത്തെ തടയുന്നതിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കേരളത്തിലെ വനം വകുപ്പിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് മലയോര കർഷകർക്കും അറിയാം. പക്ഷെ തിരിച്ചുവിടുന്നത് ഇത് LDF സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാനാണ് നോക്കുന്നത്. PV അൻവർ അതിനാണ് ശ്രമിച്ചത്. അപ്പൊ ഇതിന് വന്യമൃഗശല്യത്തിന് സമരം ചെയ്യേണ്ടത് ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം എന്ന് പറഞ്ഞ പോലെ കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. UPA സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവന്ന കരിനിയമമാണ് വനനിയമം, പുതിയ ഭേദഗതി ചെയ്ത നിയമം. ആ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് ഇപ്പോഴീ ഇതെല്ലാം നടക്കുന്നത്. ഈ വന്യമൃഗ ആക്രമണം തടയണമെങ്കിൽ നിയമം മാറ്റിയേ പറ്റുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് അധികാരം അക്കാര്യത്തിൽ കൂടുതൽ വേണം. അതിപ്പോ നിലവിലില്ല. അപ്പൊ ഈ വിഷയം ആർക്കെതിരെ ഉപയോഗിക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്, അല്ലെ പിന്നെ PV അൻവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നതും നിലമ്പൂരിലെ കാര്യങ്ങൾ ഓടില്ല മക്കളെ. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ എന്തായി? ചതുഷ്കോണ മത്സരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം, നിലമ്പൂരിലെ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. ഇക്കുറി അത് ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും തമ്മിലാണ്. പിന്നെ ഗോദായിൽ PV അൻവർ ഉണ്ട്, മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. പിന്നെ BJPക്ക് വേണ്ടി മോഹൻ ജോർജ് രംഗത്ത് വന്നു. എന്നിട്ട് ഒരു ചതുഷ്കോണ മത്സരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കുറച്ച് വോട്ടുകൾ BJPക്ക് കിട്ടും, നമുക്കറിയാം. പിന്നെ PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും? അതാണ് നിലമ്പൂരിന്റെ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഏതായാലും M സ്വരാജിന്റെ വരവോടെ UDF ക്യാമ്പുകൾക്ക് ഞെട്ടലുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടം പാതിരാത്രിയിൽ PV അൻവറിന്റെ വീട്ടിൽ ചെന്നിട്ട് കാല് പിടിച്ചത്, കാല് തിരുമ്മി കൊടുത്തത്, ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന് പറയാൻ പോയത്. അത് മാത്രമില്ല, നാണക്കേടായപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇതൊരു തന്ത്രം. VD സതീശൻ അറിയാതും, ഷാഫി പറമ്പിൽ അറിയാതും, രാഹുൽ മാങ്കൂട്ടം പിന്നെ PV അൻവറെ കാണാൻ പാതിരാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും, തലയിൽ മുണ്ടുവിട്ടിട്ട് പോകും. ഇവരെല്ലാം കൂടെ ആലോചിച്ച് ചെയ്തതാണ്. അവസാനം PV അൻവറിന്റെ കൂട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ ഈ പോയ കൂട്ടത്തിലുള്ള ആരോ പിന്നെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു, യൂട്യൂബിലിട്ടു. അതോടുകൂടി നഗ്നരാക്കപ്പെട്ട് നാണം കെട്ടം എന്തായി തള്ളിപ്പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം തള്ളിപ്പറഞ്ഞു. ഒരു ജൂനിയർ MLA അങ്ങനെ ഞങ്ങളോട് ചോദിക്കാതെ പോകരുത്, പോയത് തെറ്റാണ് എന്ന് VD സതീശന് പറയേണ്ടി വന്നു. ഒരു ഉളുപ്പുമില്ലാതെ പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? എന്തൊരു ഗതികെട്ട രാഷ്ട്രീയമാണ് നിങ്ങളുടേത്. നിങ്ങൾ ആരെയാണ് പൊട്ടരാക്കുന്നത്? ഈ മലയാളികളെയോ നിലമ്പൂരിലെ വോട്ടർമാരെയോ? നിങ്ങളുടെ ഉടുതുണി അഴിഞ്ഞ് വീണിട്ട് കിടന്ന് ഉരുളുകയാണ്. ഉടുതുണി മണ്ണ് പറ്റി, അതെടുത്ത് ഉടുത്തെങ്കിൽ ഇനി നടക്കാൻ നോക്ക് വരുന്ന ഇലക്ഷൻ ഡേറ്റ് വരെ. അതാണ് മാന്യത എന്ന് പറയുന്നത്.